ഹായ്, ഓണം സ്പെഷ്യലിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു പരിപ്പ് കറിയാണ്. ചെറുപയറിൻ്റെ പരിപ്പ് കൊണ്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിനാവശ്യം എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചെറുപയർ പരിപ്പ് 100 ഗ്രാം, തേങ്ങ അരമുറി, പച്ചമുളക് ആവശ്യത്തിന്, ചെറിയ ഉള്ളി 1 പിടി, വെളുത്തുള്ളി 2 അല്ലി, ജീരകം 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരൽപ്പം, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, ഉണക്കമുളക് ആവശ്യത്തിന്, കടുക് 1/4 ടീസ്പൂൺ, വെള്ളം ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 100 ഗ്രാം പരിപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ പരിപ്പ് നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുക്കണം. പരിപ്പ് വറുത്ത് കഴിയുമ്പോൾ ഒരു നല്ല മണം വരും. ആ മണം വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് കരിഞ്ഞു പോകാൻ പാടില്ല, ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ പരിപ്പൊക്കെ ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് ഞാനിവിടെ 1 പിടി ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 5 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് വേണം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാൻ. ഈ പരിപ്പൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എണ്ണയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേണം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാൻ. ഇത് ഞാൻ പരിപ്പൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ പരിപ്പ് വേവിച്ചെടുത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അത് കുക്കറിൽ വേവിക്കുമ്പോൾ അതിലേക്ക് തന്നെ ഇട്ട് തേങ്ങയൊക്കെ ചേർത്ത് മിക്സ് ചെയ്താലും മതി. ഞാനിത് പ്രത്യേകം വേവിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ തേങ്ങയിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1 പച്ചമുളകും 1 ചെറിയ ഉള്ളിയും 2 ചെറിയ വെളുത്തുള്ളി അല്ലിയും ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികമായി പോകരുത് കേട്ടോ. ഇത് ഇച്ചിരി കുറുകിയിരിക്കുന്ന കറിയാണ്. അതുകൊണ്ട് ഇതിന് ചില സ്ഥലങ്ങളിൽ കട്ടിപ്പരിപ്പെന്നും പറയാറുണ്ട്. എങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് വെള്ളം ആകാൻ പാടില്ല, ഒത്തിരി കുറുകിയിരിക്കാനും പാടില്ല. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പിൻ്റെ കറി തിളച്ച് പോകാൻ പാടില്ല. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയൊക്കെ ഒന്ന് വറുത്തിടാം. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണയും നെയ്യും ഒഴിച്ചത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഞാനിവിടെ 2 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്തൊന്ന് വഴറ്റാം നമുക്ക്. ഉള്ളി ചേർത്തതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ ഓണത്തിന്. പരിപ്പും പപ്പടവും ചേർത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ 1 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് കഴിക്കണം. അപ്പോഴേ ആ ടേസ്റ്റ് നമുക്ക് മുഴുവനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.